നമസ്കാരം. യുദ്ധം കഴിഞ്ഞു, രാജ്യവാസികളാകെ കാത്തിരിക്കുകയാണ് ആരു രാജാവാകും. ചൂതാടി നടന്നിട്ടും ധർമ്മിഷ്ഠനെന്ന് പേരുള്ള യുധിഷ്ഠിരൻ രാജാവാകുമോ, അതോ യുദ്ധം ജയിച്ച ഭീമസേനനോ? ഭീമൻ അമ്മയ്ക്ക് മുമ്പിൽ വിനയത്തോടെ നിന്നു. ഞാൻ എന്തു വേണം? അമ്മ കൽപ്പിച്ചു. ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ തന്നെ രാജാവാകട്ടെ. ധർമ്മശാസ്ത്രവും രാജനീതിയും അറിയാത്ത നീ അതിന് യോഗ്യനല്ല. മഹാഭാരതത്തിലെ ഈ രംഗം പോലെയായി കോൺഗ്രസിലെ കാര്യങ്ങൾ. പാണ്ഡവരെയും മാതാവിനെയും ചുമലിലേറ്റി ഗുഹാമുഖം കടന്നത് ഭീമൻ. ദ്രൗപദി കൊതിയോടെ എന്തു പറഞ്ഞോ അതൊക്കെ സാധിച്ചു കൊടുത്തത് ഭീമൻ. ജരാസന്ധനെ വലിച്ചു കീറിയെറിഞ്ഞ് കൊന്നതും ഭീമൻ. കീചകനെ കൊന്നതും ബഗനെ വധിച്ചതും ഭീമൻ. പക്ഷേ യുദ്ധം ജയിച്ചവന് ധർമ്മനീതി അറിയില്ല പോലും. സൈബർ ചാവേറുകളുടെ ആക്ഷേപശരകളും നുണയനെന്ന പേരും നേടിയത് സതീശൻ. വർഗീയവാദികൾ ഒന്നിച്ചാക്ഷേപിച്ചപ്പോൾ ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞവൻ. വർഗീയത ആര് പറഞ്ഞാലും എതിർക്കുമെന്ന് സധൈര്യം പറഞ്ഞയാൾ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും ഉണ്ടെങ്കിലും പിണറായി വിജയൻ എന്ന മുഖ്യനോട് ബഹുമാനം പുലർത്തി രാഷ്ട്രീയ മര്യാദ കാണിച്ചവൻ. സഭയിൽ മതമിളകിയ മന്ത്രി സജീവന്മാർ കൂട്ടത്തോടെ ആക്രമിച്ചപ്പോൾ ഒറ്റയ്ക്ക് നേരിട്ടവൻ. സമുദായ പ്രമാണിമാർ ആക്രമിച്ചപ്പോഴെല്ലാം നിലപാടുകളല്ലാതെ തിരിച്ചു തെറി പറയാത്തവൻ. വെള്ളാപ്പള്ളി ബഫൂണെന്നും അഹങ്കാരിയെന്നും വിളിച്ചപ്പോൾ പ്രായത്തെ മാനിക്കുന്നുവെന്ന് പറഞ്ഞ് നിലപാടിൽ ഉറച്ചു നിന്നവൻ സതീശൻ. സദാചാര വിരുദ്ധതയ്ക്ക് യുവനേതാവിനെ പുറത്താക്കിയപ്പോൾ പഴികേട്ടതും സതീശൻ. കടന്നൽ രാജാവിനെതിരെ നിലപാടെടുത്തവൻ സതീശൻ. ഒരു പ്രവാചകനെ പോലെ അയാൾ പറഞ്ഞതെല്ലാം പരമസത്യങ്ങളായി. 12 മന്ത്രിമാർ തോൽക്കുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ മാധ്യമക്കമ്മികൾ ഇളകി ചിരിച്ചു. സതീശൻ ഒളിക്കാൻ കാട് തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച കാടുപൂട മന്ത്രിയായ കാട്ടുപൂച്ച ശശീന്ദ്രനെ ബോണസായി തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എണ്ണം 13 മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ രാഷ്ട്രീയം പറഞ്ഞയാളാണ് സതീശൻ. വായനയുടെ വസന്തം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലാകെ പടർത്തിയവൻ. 2 മണിക്കൂർ നിയമസഭയിൽ പ്രസംഗിക്കാൻ 5 മണിക്കൂറിനുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നയാൾ. ഇനി സതീശൻ്റെ വചനപ്രഘോഷണം കേൾക്കാമെന്ന് മെത്രാന്മാർ പറഞ്ഞത് അയാൾക്ക് ആഴത്തിലുള്ള ബൈബിൾ ജ്ഞാനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. നാടാകെ നടന്ന് മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയവനാണ് അയാൾ. ഏതു സദസ്സിനെയും തൻ്റെ പ്രഭാഷണ ചാതുര്യം കൊണ്ട് അയാൾ കോരിത്തരിപ്പിച്ചു. സതീശനെ ജനങ്ങൾക്കിഷ്ടമാണ്, സതീശന് ജനത്തെയും. ആ ഒരു വിശ്വാസമാണിന്ന് തെരുവിൽ അയാൾക്ക് വേണ്ടി ജനമിറങ്ങാൻ കാരണം. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് അധികാരം സ്ഥാപിച്ചു കൊടുക്കാൻ ജനങ്ങൾ ഒന്നാകെ തെരുവിലിറങ്ങിയ ഈ സംഭവം കേരളത്തിൽ എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അയാൾക്കറിയാത്ത സഭാചട്ടങ്ങളില്ല. ഒറ്റയാളുടെ പോലും സപ്പോർട്ടില്ലാതെ ഭരണപക്ഷത്തിരിക്കുന്ന കൗരവസഭയെ അയാൾ സധൈര്യം നേരിട്ടു. കോൺഗ്രസിന് പുതിയ ചരിത്രം സമ്മാനിച്ചു. തളർച്ചയില്ലാത്ത യോദ്ധാവായ ഭീമസേനനെ പോലെ സതീശൻ യുദ്ധം നയിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഫോം നഷ്ടപ്പെടുകയും വീണ്ടും കിട്ടുകയും ചെയ്യുന്ന കോൺഗ്രസിലെ കളിക്കാരനല്ല സതീശൻ. കർണനെ നഖശികാന്തം ആക്രമിച്ച് വിറപ്പിച്ചു വിട്ട ഭീമസേനനെ പോലെ കഴിഞ്ഞ 5 വർഷവും സതീശൻ പിണറായി വിജയനെതിരെ പൊരുതിയത് തളർച്ചയില്ലാതെയാണ്. തൻ്റെ പൗരുഷത്തെ കൂടി പരിഹസിക്കുന്ന വാക്കുകൾ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഇടതുപക്ഷം ഒന്നാകെയും പറഞ്ഞിട്ടും സതീശൻ തളർന്നില്ല. അയാളുടെ കണ്ണ് നിറഞ്ഞതും വാക്കുകളിടറിയതും ഒരിക്കൽ മാത്രം. താൻ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞനുജൻ പേരുദോഷമുണ്ടാക്കി പുറത്തു പോയപ്പോൾ മാത്രം. ആ സതീശന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെന്നത്രേ. അയാൾ യോഗ്യനല്ല പോലും. പിന്നെ ആരാണ് സാർ യോഗ്യൻ? സമുദായ പ്രമാണിമാർ വർഗീയത വിളമ്പുമ്പോൾ നാവിറങ്ങി കണ്ണുമിഴിച്ചിരുന്ന ചെന്നിത്തലയാണോ യോഗ്യൻ? അതോ ഓടക്കുഴലുമൂതി പറന്നിറങ്ങിയ വേണുഗോപാലോ? വല്ലവൻ്റെയും അധ്വാനത്തിന് നോക്കുകൂലി വാങ്ങാൻ പറന്നിറങ്ങിയിരിക്കുന്ന ഒരു മഹാൻ. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കൂടി നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയ കോൺഗ്രസിന് ഉയരൂതി ജീവൻ നൽകിയ സതീശൻ യോഗ്യനല്ല പോലും. പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിൽ ഉപായം കൊണ്ട് കഷായം വെച്ച് നടക്കുന്ന രമേശിനെ ജനം വിശ്വാസത്തിലെടുക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച വെളുത്ത കുപ്പായമിട്ട ഗൺമാൻ രമേശ് ചെന്നിത്തലയുടെ കാരുണ്യം കൊണ്ട് പിണറായി വിജയൻ്റെ ഗൺമാനായ ചരിത്രം ആർക്കെങ്കിലും അറിയാമോ? ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ ആ പോലീസുകാരൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു. VIP-കളുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരായി നിയമിക്കുന്നതിന് ക്രിമിനൽ കേസുകൾ തടസ്സമാണ്. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ആ കേസ് ഇടപെട്ട് റദ്ദാക്കി. അതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ്റെ ഗൺമാനായി അയാൾക്ക് വരാൻ കഴിഞ്ഞത്. യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലതെല്ലിപ്പറിച്ച് രക്ഷാപ്രവർത്തന കാലത്ത് ഈ ചെന്നിത്തല എന്തെങ്കിലും വൈകാരികമായി സംസാരിച്ചതായി കേട്ടിട്ടുണ്ടോ? കരിമണൽ കർത്താവായ കോടീശ്വരൻ്റെ പറ്റുബുക്കിൽ എങ്ങനെയാണ് പിണറായി എന്ന PV-ക്കൊപ്പം RC എന്ന രമേശ് കയറിക്കൂടിയത്? സ്വന്തം കാര്യം നോക്കി രാഷ്ട്രീയ സെറ്റിൽമെൻറ്റുകൾ നടത്തി, സമുദായ നേതാക്കളെ സുഖിപ്പിച്ച് സന്ധ്യയ്ക്ക് പ്രസ് മീറ്റ് നടത്തി, ഹൈക്കോടതിയും കേസുമായി നടന്നതല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്തെങ്കിലും ചെയ്തിരുന്നോ ചെന്നിത്തല? ആ പ്രാപ്തിയില്ലായ്മയുടെ ഫലം തന്നെയായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ ഭരണം.
അത് പിണറായി വിജയൻ്റെ ഇടതുകക്ഷത്തിൽ ഇരിക്കാൻ കാരണം ഈ ചെന്നിത്തലയാണ്. ചെന്നിത്തല NSSൻ്റെ മുറ്റത്ത് മണ്ണുവാരി കളിച്ച കുട്ടിയാണെന്നാണ് സുകുമാരൻ നായർ തട്ടിവിട്ടത്. ആ കളി കൊണ്ട് സുകുമാരൻ നായരുടെ കുട്ടികളും രമേശൻ്റെ കുട്ടികളും വളർന്നതല്ലാതെ നാട്ടിലെ നായന്മാർക്ക് വല്ല ഗുണവുമുണ്ടായോ സാറേ? ഒരു സദസ്സിനെ ആകർഷിക്കുന്ന പ്രസംഗം നടത്താൻ ചെന്നിത്തലയ്ക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ സ്വന്തം സ്വപ്നമല്ലാതെ നാളത്തെ ഈ നാടിനു വേണ്ടി രമേശൻ കണ്ട സ്വപ്നം ഒന്ന് പറയാമോ? 40 വർഷത്തെ തൻ്റെ രാഷ്ട്രീയ ജീവിതം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് പത്രത്തിൽ 1.5 പേജ് പരസ്യം കൊടുത്ത പരാജയപ്പെട്ട മനുഷ്യനാണ് നിങ്ങൾ. ശിൽബന്ധികളും പെട്ടിപിടുത്തക്കാരുമല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പുറത്ത് ശബ്ദിക്കാൻ ആരുമില്ല. ഓടി നടന്ന് വിയർത്തവനെ കാണാതെ ഓടക്കുഴലൂതി വന്ന വേണുഗോപാലിൻ്റെ കഥയാണ് അതിലും കഷ്ടം. സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ പറഞ്ഞത് ഇനി കോൺഗ്രസിൽ ഗ്രൂപ്പില്ല എന്നായിരുന്നു. അയാൾ കോൺഗ്രസിനെ നന്നാക്കാൻ നാടാകെ ഓടി നടന്നപ്പോൾ ഈ KC വേണുഗോപാൽ തന്ത്രപൂർവ്വം ഒതുക്കത്തിൽ തൻ്റെ മുരളിയൂതി പഴയ ഗ്രൂപ്പുകാരെ വിളിച്ചുകൂട്ടി. ഡൽഹിയിലെ നമ്പർ 10 ജനപതിലെ അടുക്കളയിൽ പ്രവേശനമുള്ളവരാണല്ലോ എല്ലാ കാലത്തും ഹൈക്കമാൻഡിൻ്റെ ആശ്രിതർ. KC അവിടുത്തെ ഒരാളായി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. സോണിയയ്ക്കും രാഹുലിനും ഖാർഗെയ്ക്കും തൊട്ടുപിന്നിൽ നടക്കാമെന്നായി. KC ഹൈക്കമാൻഡിൽ എത്തിയതോടെയാണല്ലോ രാജ്യമാകെ കോൺഗ്രസ് പടർന്നു പന്തലിച്ചത്. രാഹുലിനൊപ്പം ഇരുന്ന് നരേന്ദ്രമോദിയെ വിറപ്പിച്ച് കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കേണ്ട KCയുടെ മനസ്സിൽ മുഖ്യമന്ത്രി മോഹം ഉറങ്ങുന്നത് ആരറിഞ്ഞു? 1 വർഷം മുമ്പ് KC ഏഷ്യാനെറ്റിലെ ബിനുവിനോട് പറഞ്ഞത് മുഖ്യമന്ത്രി ചർച്ചയിൽ എന്നെ വലിച്ചിടരുത്, എനിക്കതിൽ താല്പര്യമില്ല, പറന്നിറങ്ങാൻ ഞാൻ ആളല്ല എന്നായിരുന്നു. മനോരമ ചാനലിലെ ജോണി ലൂക്കോസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ നിന്നും എൻ്റെ പേര് മൈനസ് ചെയ്തു കൊള്ളാനാണ്. ആലപ്പുഴയിൽ മത്സരിക്കാതെ ആദ്യമൊക്കെ മാറി നിന്ന KC പിന്നീട് മത്സരിച്ചു. കേന്ദ്രത്തിൽ ഭരണം കിട്ടുമെന്നും മന്ത്രിയാകുമെന്നും ധരിച്ചു കാണണം. അത് നടന്നില്ല. ഇനി ഒരു വട്ടം കൂടി അധികാരമില്ലാതെ കഴിയാൻ പറ്റില്ലെന്ന് KCക്ക് തോന്നിയത് എപ്പോഴാണ്? ഇനി ഒരിക്കലും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗുണം പിടിക്കില്ലെന്ന് മറ്റാരേക്കാളും കൂടുതൽ KC വേണുഗോപാലാണോ അറിയാവുന്നത്? കോൺഗ്രസിനെ ഞാൻ ഭരണത്തിൽ തിരിച്ചു കൊണ്ടുവരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ മനുഷ്യൻ എന്തെങ്കിലും നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? ഒരർത്ഥത്തിൽ നിറം മാറുന്ന സ്വഭാവമുണ്ടെങ്കിലും വെള്ളാപ്പള്ളി പറഞ്ഞത് എത്ര ശരിയാണ്. താങ്കൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ മേയാൻ കോൺഗ്രസിൻ്റെ കരിമ്പിൻ തോട്ടം എത്രയോ ഉണ്ട്. പിന്നെന്തിനാണ് കേരളത്തിലെത്തി കറുക തിന്നാൻ വരുന്നത്? MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുത്ത ഹൈക്കമാൻഡിൻ്റെ വായിൽ ഇപ്പോൾ ആരാണ് പഴം തിരികെ വെച്ചിരിക്കുന്നത്? KCക്ക് ഒരുപാട് പണി ഇവിടെ ഉണ്ടെന്നും നമുക്ക് പ്രധാനമന്ത്രിയാകണ്ടേ എന്നും പറയേണ്ട ഹൈക്കമാൻഡ് ഇപ്പോൾ 3 പേരെ ഇട്ട് തട്ടിക്കളിക്കുകയാണ്. കോൺഗ്രസിനെ വിശ്വസിച്ച ജനത്തെയും അവർ തട്ടിക്കളിക്കുകയാണ്. ആണ്ടിലൊരിക്കൽ കേരളത്തിൽ വന്ന് ടാറ്റ നൽകി സൈക്കിളജ്ഞം നടത്തി കൊച്ചു പിള്ളേരോട് ഗുസ്തി പിടിച്ചു പോകുന്ന രാഹുലിനെ കണ്ടിട്ടല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാരും നിഷ്പക്ഷമതികളും കോൺഗ്രസിന് വോട്ട് ചെയ്തത്. സതീശൻ്റെ നെറ്റിയുടെ മിനുസം കണ്ടിട്ടുമല്ല. അയാളുടെ തലയിൽ ആൾതാമസമുണ്ടെന്നും അതിൽ നിറയെ വെളിച്ചമുണ്ടെന്നും കണ്ടിട്ട് തന്നെയാണ്. 63 MLA മാർക്കും മത്സരിക്കാൻ കാശ് കൊടുത്തത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് KC, അല്ലാതെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ മകൻ എന്ന നിലയ്ക്ക് ചെയ്തതല്ല. ഇക്കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിനും അറിയാമെന്നിരിക്കെ കാശ് കൊടുത്തവനോടാണ് ഒരു പണത്തൂക്കം കൂടുതൽ സ്നേഹം എല്ലാവർക്കുമെന്നും അറിയാമായിരുന്നിട്ടും എന്തിനാണ് ഹൈക്കമാൻഡ് ഈ നാടകം കളിക്കുന്നത്? MLA മാരുടെ ഹിതപരിശോധന നടത്തിൻ്റെ ലിസ്റ്റ് ആരും കാണാതെ ഒന്ന് മറച്ചു പിടിക്കാൻ പോലും കഴകത്തില്ലാത്ത മുഗൾ വാസ്നിക്ക് കോൺഗ്രസിനുള്ളിൽ തീ കോരിയിട്ടിട്ടാണ് പോയിരിക്കുന്നത്. KC വേണുഗോപാൽ കെട്ടിയിറക്കിയവരാണ് ഇവിടുത്തെ നിരീക്ഷകരായി വന്നിട്ടുള്ളതെല്ലാം. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. VD സതീശൻ്റെ പേര് വെട്ടി KC ഗോപാലിൻ്റെ പേര് വല്ലതും തല്ലിക്കയറ്റി അയാളെ മുഖ്യമന്ത്രിയാക്കിയാൽ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ ചെന്ന് കോൺഗ്രസ്സുകാർ ജൗളി പൊക്കി കാണിക്കുമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഏതാണ്ട് ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലബിൻ്റെ മാനേജർ കാശിറക്കും, കോച്ച് കളിക്കാരെ തീരുമാനിക്കും, റഫറി വിസിലൂതും, ക്യാപ്റ്റൻ കളത്തിലിറങ്ങി കളിക്കും. കളി ജയിക്കുന്നത് അയാളുടെ മിടുക്കാണ്. ക്യാപ്റ്റൻ ഉള്ളതാണ് ഗപ്പ്, അല്ലാതെ വിസിലടിച്ചവനും റഫറിക്കുമുള്ളതല്ല. മുഖ്യമന്ത്രിയാകാൻ ഞാൻ പറന്നിറങ്ങില്ല എന്ന് പറഞ്ഞ പുള്ളി കഴിഞ്ഞ 4-ാം തീയതി മുതൽ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. പറന്നിറങ്ങാതെ പിന്നെ അറബിക്കടലിൽ നീന്തി വരികയായിരുന്നു. സ്ഥാനാർത്ഥികൾ കാശ് വാങ്ങിയത് KCയിൽ നിന്നാണ്. ഹൈക്കമാൻഡിൽ അയാൾക്ക് പിടിയുണ്ട്. നാളെയും സീറ്റ് കിട്ടണമെങ്കിൽ സേവ ചെയ്തേ പറ്റൂ. ഇന്നലെ കയറി വന്ന സന്ദീപ് വാര്യരും KCക്ക് അനുകൂലമാണ്. ഈ സന്ദീപിനെ അവിടെ ജയിപ്പിച്ചത് ലീഗുകാരാണെന്ന് ഓർക്കണം. അവരോടും അയാൾ നന്ദികേട് കാട്ടി. നല്ല കരുത്തുറ്റ ഒരു KPCC പ്രസിഡന്റ് ഉണ്ട് കോൺഗ്രസിന്. അദ്ദേഹം 1 വർഷം തികയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമാണല്ലോ കോൺഗ്രസ് ഇവിടെ തഴച്ചു വളർന്നത്.
പക്ഷേ നാട്ടിലെ സാധാരണ മനുഷ്യർക്കും ഘടകകക്ഷികൾക്കും സതീശൻ മതിയല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് കാശ് വാങ്ങി പ്രീപോൾ സർവേ നടത്തിയ സകല ചാനലുകളും ഇപ്പോൾ സതീശന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ രസം. ജനങ്ങളുടെ ഹിതമെന്തെന്നും ജനമനസ്സെന്തെന്നും അവർക്ക് ഇപ്പോൾ മനസ്സിലായി. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നത് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്നതിൻ്റെ സൂചനയായിട്ടാണ്. അതുപോലെ ഹൈക്കമാൻഡിൻ്റെ അടുക്കളയിൽ നിന്നും വെളുത്ത പുക വന്നാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി, കറുത്ത പുകയെങ്കിൽ ചെന്നിത്തല മുഖ്യമന്ത്രി, ഇതിൻ്റെ രണ്ടിൻ്റെയും പുക ഒന്നിച്ച് കണ്ടാൽ മാത്രം VD സതീശൻ മുഖ്യമന്ത്രി.